നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ 7ാം ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടത്തി. കാർഷിക സമ്മേളനം കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ ഭാഗമായി 7ാം ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു. രാവിലെ 5 മണിക്ക് പ്രഭാതഭേരി, 5:30 ഹരിനാമ കീർത്തനം, 6 മണിക്ക് ഗണപതി ഹവനം, ധാര, 8:30 മുതൽ ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് 12 അന്നദാനം, വൈകിട്ട് 5 ഭജൻസ്, 6 ദീപാരാധന, 6:30 ദീപക്കാഴ്ച, വൈകിട്ട് 7 മണിക്ക് കാർഷിക സമ്മേളനം എന്നിവ നടത്തി. കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ പി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് കൃഷി മേഖലകളെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും വരുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കർഷകരെ സംരംഭകനാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഇനി വേണ്ടുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും മൂല്യവർദ്ധനവും നടത്തണമെന്ന് ഉൽപ്പന്നം വേണം. അതായത് മാർക്കറ്റിലോട്ട് സർപ്ലസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വളരെ ചുരുക്കം വിളകൾക്ക് മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൂ. നമ്മൾ താങ്കൾ മനുഷ്യർക്ക് താങ്കളെ പ്രഖ്യാപിച്ച ഒരാളോട് പറഞ്ഞു ഗവൺമെന്റ് അദ്ദേഹം 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം കൂടെ 40 ടണ്ണോളം വരും. ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ എടുക്കാൻ ഒരു 200-300 കിലോയുടെ സംഭരിക്കാൻ നോക്കിയില്ല, എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് വരാതെ നമുക്ക് പ്രൊഡക്ഷൻ മാനുവൽ വേണം. നമുക്ക് ഉൽപ്പാദനത്തിനിപ്പം അത് ആ സ്ഥലത്തേക്ക് ആവശ്യമായ ട്രാൻസ്പോർട്ട് മണ്ണെടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് കർഷകരെ ചെയ്യും. ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ അധ്യക്ഷനായി. ഉത്സവ കമ്മിറ്റി അംഗം എസ് ശ്രീരാജ് സ്വാഗതം പറഞ്ഞു. പ്രകൃതി സൗഹൃദ കർഷക വി വാണി മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ എൻ്റെ കൃഷിമുറകളിലൂടെ ശ്രമിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഇനിയിപ്പോൾ ആരുടെ പരിപാടി കിട്ടിയില്ല, അപ്പോൾ തിരക്കാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഹരിത വിപ്ലവത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗത കൃഷി രീതികളുടെ ഇടയിൽ നമ്മൾ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മണ്ണിലെ സൂക്ഷ്മജീവികളെ വെച്ച് നമ്മൾ മറന്നുപോയി. ജി പുരുഷോത്തമൻ, അനിൽ പാറ്റൂർ, അശോക് ബാബു, വി സജികുമാർ, പി രാജേന്ദ്രൻ, വി അജിത് കുമാർ, കെ സതീശൻ എന്നിവർ സംസാരിച്ചു. ആർ രതീഷ് കുമാർ നന്ദി പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, ചാരിമൂട്.